ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ജെൻസി ഫാമിംഗ്. ഇന്നത്തെ എൻ്റെ വീഡിയോ വെച്ചാൽ സമ്മിശ്ര കൃഷി അഥവാ മൾട്ടി ക്രോപ്പിന് കൃഷിയെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതിൻ്റെ ഇമ്പോർട്ടൻസും ഞാൻ ചെയ്യുന്ന കാര്യങ്ങളും ഞാൻ മുമ്പോട്ട് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഞാൻ പുതിയൊരു വ്യക്തിയായി നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ പേര് മനു. ഞാൻ ചെറിയ രീതിയിൽ സൈഡായിട്ട് എൻ്റെ ജോലിയോടൊപ്പം എൻ്റെ വർക്കിനോടൊപ്പം കൃഷി ചെയ്യുന്നുണ്ട്. എനിക്ക് 21 വയസ്സുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും ഞാൻ ചെയ്യുന്ന കാര്യങ്ങളും ഞാൻ കൊടുക്കുന്ന വളങ്ങളും അതാണ് ഞാൻ വീഡിയോ ഉൾപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ പൂർണ്ണമായ സപ്പോർട്ട് വേണം. നിങ്ങളെല്ലാവരും വീഡിയോ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അടിക്കണം. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും തീർച്ചയായും നിങ്ങൾ കമൻറ്റ് അറിയിക്കുകയും വേണം. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ലെറ്റ്സ് ഗോ. എൻ്റെ മൾട്ടി ക്രോപ്പിൽ പ്രധാനപ്പെട്ട ഭാഗം കേട്ടോ കവുങ്ങ്. ഞാൻ നിരത്തിയ കവുങ്ങ് വെച്ചിട്ടുണ്ട് ആ തലവരെ. പിന്നെ ഈ സൈഡോട്ടുണ്ട് കേട്ടോ. നമ്മളിലേക്ക് പോകാം. പിന്നെ കവുങ്ങിനിടയിൽ സ്പേസ് വന്നപ്പോൾ ഞാൻ കാപ്പിയും കുഴിച്ചിട്ടേക്കണം. കാവിനെക്കൊണ്ടുള്ള പ്രയോജനം വെച്ചാൽ നമുക്ക് അടക്ക മാത്രമല്ല ഗൈസ്, പ്രധാനമായിട്ടും ഈ കവുങ്ങ് മേലോട്ട് പോകുമ്പോൾ നമുക്ക് കുരുമുളക് ഇടാം. ഇതൊരു 3 കൊല്ലമാകുമ്പോൾ എന്തായാലും കുരുമുളക് ഇടും. ഇന്നലെ നമ്മൾ അടുത്ത കൊല്ലമാകുമ്പോൾ കുരുമുളക് വള്ളി ഇട്ടോ. അപ്പോൾ 2 പ്രയോജനമുണ്ട്. അതിനകത്തിൻ്റെ കാരണം എന്ന് വെച്ചാൽ അധികം വെയിലായാൽ ഈ അടക്കൻ്റെ ഉണ്ടാവുമല്ലോ, അടക്കൻ്റെ ആ പൂവൊക്കെ തൊഴിഞ്ഞു കിട്ടും. പക്ഷേ അധികം വെയിലായിരുന്നാലും കുരുമുളക് ഇടുമ്പോൾ കുരുമുളകിൻ്റെ വള്ളി വാടും. അപ്പോൾ മഴക്കാലത്ത് മഴ ചെയ്യുമ്പോൾ നല്ല തിരിയുകയും ചെയ്യും. അപ്പോൾ 2 രീതി നമുക്ക് ഉപയോഗിക്കണം. അപ്പോൾ നമ്മൾ മൾട്ടി ക്രോപ്പിനെ വെച്ചേ ചെയ്യാൻ പറ്റൂ. ഞാൻ നിരത്തി കുഴിച്ചിട്ടിരിക്കണം. പിന്നെ അതിൻ്റെ ഇടയിൽ സ്പേസ് വന്നപ്പോൾ ഞാൻ മഞ്ചേരിക്കുള്ള വാഴ വെച്ചിട്ടുണ്ടോ. ഇത് 3-ാമത്തെ മാസം പ്രായമാണ്. ഇതൊരു കുള്ളൻ വെറൈറ്റി ആയതുകൊണ്ട് നല്ല രീതിയിൽ വളർച്ച ഉണ്ടാവും. 6-ാം മാസം ആകുമ്പോഴേക്ക് കൊലെടുക്കും. 9-ാം മാസം ആകുമ്പോഴേക്ക് നമ്മൾ കൊല വെട്ടാനാവുകയും ചെയ്യും. പിന്നെ ഇവിടെ നമ്മൾ മൾബറി വെച്ചിരിക്കണം. ഈ കാപ്പിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. ഇത് റോബസ്റ്റൻ്റെ ഡാർക്ക് വെറൈറ്റി പെട്ടാട്ടോ. നമുക്ക് ഏകദേശം നമ്മൾ ഷോൾഡറിൻ്റെ ഹൈറ്റിൽ വെക്കുമ്പോൾ നമുക്ക് കവാത്ത് ചെയ്ത് നിർത്താം. എന്നിട്ട് ഒരു 3-ാം കൊല്ലം ടു 2-ാം കൊല്ലം ആകുമ്പോഴേക്കും നമ്മൾ കാപ്പി പറിക്കാനാവുമെന്നാണ് പറയുന്നത്. പിന്നെ ഇത് നമ്മൾ അടുത്ത് വെക്കാൻ പോകുന്ന ടിഷ്യൂ കൾച്ചർ വായ കേട്ടോ. ഇതെന്താ സുഖങ്ങളെ എന്തോന്ന് വെറൈറ്റിയാണ്. ആ പേര് മണ്ണുപോയി. നിങ്ങൾ അറിയെങ്കിൽ തീർച്ചയായും കമൻറ്റ് അറിയിക്കാം. ഞാൻ മുമ്പോട്ട് പോകുമ്പോൾ ഇവിടെയൊക്കെ ഞാൻ കുരുമുളക് വെച്ചിട്ടുണ്ടോ. ഞാൻ കവുങ്ങിനെ തന്നെ വേറെ രീതിയിൽ കാണിച്ചു തരാം. മൾട്ടി ക്രോപ്പിനെ കുറിച്ച് മുമ്പോട്ട് പോകുമ്പം ഇതാട്ടോ ഇത് ഏകദേശം 3 വർഷമായ കവുങ്ങ് കേട്ടോ. എന്നിട്ട് ഞാൻ കുരുമുളക് കുഴിച്ചിട്ട് ഇത് അടുത്ത കൊല്ലം തിരിയിടും. 1 വർഷം പ്രായമുള്ള കുരുമുളകാണ്. അതിൻ്റെ ഇവിടെ ഞാനൊരു വായ വെച്ചിക്കണ്, അവിടെ ഒരു കാപ്പി വെച്ചിക്കണ്. പിന്നെ അങ്ങോട്ടൊക്കെ സമ്മർശ വെച്ചാൽ കേട്ടോ, ഫ്രൂട്ട്സൊക്കെ വെച്ച് ഉണ്ടാക്കിയതാണ്. അപ്പോൾ നമുക്ക് കാണാം. അവിടെയൊക്കെ ഞാൻ കാപ്പി വെച്ചിരിക്കണം. ഇവിടെയൊക്കെ ഞാൻ കുരുമുളക് വള്ളി ഇട്ടിട്ടുണ്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു സൈഡിലേക്ക് പോയോ കേട്ടോ. ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം ഇട്ട കുരുമുളക് വള്ളിനെ കാണിച്ചു തരാം. കവുങ്ങുമ്മൽ ഇത് കഴിഞ്ഞ പ്രാവശ്യം ഇട്ട കുരുമുളക് കേട്ടോ. അടുത്ത പ്രാവശ്യം ഈ മാസം തിരി ഉണ്ടായിരുന്നു, ഞാൻ ഉള്ളിൽ കളഞ്ഞതാണ്. അടുത്ത പ്രാവശ്യം നല്ലോണം വളരാൻ വേണ്ടിയിട്ട്. ഇത് ഐസർ തേവാണ്, കോഴിക്കോട് റിസർച്ച് സെൻറ്ററിൽ നിന്ന് നിർമ്മിച്ചത് കേട്ടോ. സെൻട്രൽ ഗവൺമെൻറ്. പിന്നെ മുമ്പോട്ട് പോകുമ്പോൾ ഇതൊക്കെ പ്രാവശ്യം നട്ടതാണ്. ഇവിടെ നോക്കിയും കാണാം. ഇതിൻ്റെ മറ്റൊക്കെ ഞാൻ കുരുമുളക് വള്ളിയിട്ട് കേട്ടോ. എപ്പോൾ നമ്മൾ മൾട്ടി ക്രോപ്പ് അയക്കണം. ഇനി ഇവിടെ സ്പേസ് വന്നപ്പം ഇവിടെ കൊക്കോക്കായി നട്ടിക്കണം. ഇവിടെ കാപ്പിയും വെച്ചിക്കണം. ഇത് നമ്മൾ മുനിസിപ്പാലിറ്റീൻ്റെ കമ്പോസ്റ്റ് വളത്തിൻ്റെ ഇതാട്ടോ, ടാങ്കാണ്, കമ്പോസ്റ്ററിങ്. ഇവിടെയൊക്കെ ഞാൻ കാപ്പി വെച്ചിക്കണം. നിങ്ങൾക്ക് മുമ്പോട്ട് കാണാം. ഇവിടെ അടക്കുണ്ട്, പിന്നെ നമ്മുടെ വായ ഉണ്ട്, ഇവിടെ കർമൂസ ഉണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ അവിടെ ഞാൻ കാപ്പിയും വെച്ചിക്കണം. പിന്നെ നമ്മളെ കൊക്കോക്കായും വെച്ചിക്കണം കേട്ടോ. നമുക്ക് ഇപ്രാവശ്യമല്ല, ഒരു 5 കൊല്ലം പ്രായമായിട്ടുള്ള കരിമുണ്ടൻ്റെ കുരുമുളക് കാണിച്ചു കേട്ടോ. എല്ലാത്തും ഞാൻ തിരിയിട്ടേക്കണ്. തിരി പിടിച്ചത് ആ പുതിയ മണിമണിയായിട്ട് വന്നേക്കണ്. നല്ല രീതിയിൽ തിരി പിടിച്ചു കേട്ടോ, മുകളിൽ വരെ. അങ്ങനെ ഇത് ഈന്തുമാരാണ്. ഇവിടെയൊക്കെ തിരിയിട്ടേക്കുണ്ടോ. ഏകദേശം നല്ലൊരു 1 കിലോൻ്റെ അടുത്ത് 2 മരത്തോടെ കിട്ടുന്നുണ്ട് ഉണക്ക കുരുമുളക്. പിന്നെ അവിടെയൊക്കെ കവുങ്ങുണ്ട്. ഇവിടെ കാണിച്ചു കേട്ടോ. ഇത് കൊമ്പുക്കലിൻ്റെ വള്ളിയിട്ടതാണ് കേട്ടോ. ചെന്തല കയറി പോകുന്നുണ്ട്. ഇത് ഏകദേശം കുറച്ച് പ്രായമുള്ള കവുങ്ങാണ്. ഇത് മരോട് കൂടുമ്പോൾ നമുക്ക് അടുത്ത 2 കൊല്ലം ആകുമ്പോൾ തിരിയിടുകയും ചെയ്യും. 3-ാമത്തെ കൊല്ലം ആകുമ്പോൾ നമ്മൾ ബെറ്ററായിട്ടുള്ള ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ കഴിയുകയും ചെയ്യും കേട്ടോ. ഇവിടെ കവുങ്ങ് മാത്രമല്ല, ഞാൻ കഴിഞ്ഞ കൊല്ലം ജാതി വെച്ചിട്ടുണ്ടോ. ജാതി കാണിച്ചു തരാം. ഇത് ഐസറിൻ്റെ കോഴിക്കോട് ഐസർ നിർമ്മിച്ച ഐസർ ശ്രീലങ്കനാണ് കേട്ടോ. ഇത് 3-ാമത്തെ തട്ടി വരുന്നുണ്ട്.
ഞാൻ ഒരു തട്ടുള്ള വാങ്ങിയത്. അന്ന് എനിക്ക് വലിയ ബോധമില്ലല്ലോ, ജൈവ കർഷകനായതുകൊണ്ട് ഏകദേശം 2 തട്ടുള്ള വാങ്ങേണ്ടിയിരുന്നു. പിന്നെ ചെറുതായിട്ട് ഉണങ്ങിപ്പോയിന് വേനൽക്കാലത്ത് വെള്ളം നനയ്ക്കാൻ വിട്ടുപോയപ്പോൾ ചില തിരക്കുകൾ കാരണം അടുത്ത പ്രാവശ്യം ഒന്നും ഉണ്ടാവില്ല. നല്ല രീതിയിൽ വെള്ളം നനയ്ക്കണം. പിന്നെ ഇവിടെ ഒക്കെ മഞ്ഞൾ, ചേന, കൂവ, അങ്ങനത്തെ പൂള എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ കപ്പ എന്നിട്ടാണ് പറയുക. അല്ല അങ്ങനെ പറയും. പിന്നെ ഇവിടെ ജാതി ഉണ്ട് കേട്ടോ. ഈ ജാതി ഐസറിൻ്റെ സെന്തുശ്രീ ആട്ടോ. 3ാമത്തെ തട്ടുണ്ടാകാൻ നിൽക്കുന്നുണ്ട്. പിന്നെ അവിടെ ക്ലാവ്, നമ്മളെ കറാമ്പൂവിൻ്റെ ഇതുമുണ്ട്. പിന്നെ ഇവിടെ ഫുള്ള് പ്ലാവ്, ഇഞ്ചി എല്ലാം ഉണ്ട് കേട്ടോ. അവിടെ ഞാൻ വെച്ച് കാണിച്ചു തരാം. ഒരു 3 വർഷം മുമ്പ് നട്ട കവുങ്ങ് കേട്ടോ. വീട്ടിൽ കാണിച്ചു തരാം. ഇവിടെ നമ്മൾ സ്പൈസൊക്കെ കാപ്പി വെച്ചിരിക്കണം. ഇവിടെ നമ്മൾ കാണാം നിരത്തി കവുങ്ങ് വെച്ചിട്ട് ഏകദേശം 3 വർഷമായി. അടുത്ത പ്രാവശ്യം നമ്മൾ ഫുള്ള് കുരുമുളക് ഇടും കേട്ടോ. നമ്മൾ സെറ്റാക്കണം. അവിടെയൊക്കെ ഇടയിലൊക്കെ സ്പൈസ് നമ്മൾ കാപ്പി വെച്ചിരിക്കണം. ഇത് പുതിയൊരു പ്രാവശ്യം നട്ടതാട്ടോ. ഒരു കർഷകനടുത്ത് വാങ്ങിയതാണ്. അവിടെ പോയി ഞാൻ 30 വെറുതെ തന്നതാണ്. നമ്മൾ കാണാൻ പോയപ്പോൾ 2 കിട്ടിക്കിന് അവിടെയുള്ള നല്ലൊരു വെറൈറ്റി നോക്കി തന്ന കേട്ടോ. ഇവിടെയുണ്ട് കേട്ടോ കവുങ്ങ മൊത്തത്തിൽ കേട്ടോ. ഒരു 10 രൂപ നിരത്തിയ തലയിൽ വെച്ചിട്ടിരിക്കണ്. അതിൻ്റെ സ്പൈസിൽ നമ്മൾ കാപ്പി നട്ടിക്കണ്. പിന്നെ നമ്മൾ കൈതച്ചക്ക ചെയ്യാണ്ട് എപ്പോഴും നമ്മൾ മൾട്ടി ക്രോപ്പിൽ ചെയ്യണം കേട്ടോ. ഞാൻ പൊതുവേ വളം കൊടുക്കാറുള്ളത് ചാണകപ്പൊടിയാണ്. ചാണകപ്പൊടി നല്ല രീതിയിൽ നൈട്രജൻ റിച്ചഡാണ്. പിന്നെ കരിയില കൊടുക്കും. കരിയില നമ്മൾ ചുറ്റുഭാഗത്തായി കുറേ കിട്ടും. അത് വേനൽക്കാലത്ത് ശേഖരിച്ച് വെച്ച് നമ്മൾ കമ്പോസ്റ്റ് ആക്കി മഴക്കാലം തുടങ്ങിയ മുമ്പായി കൊടുക്കും. പിന്നെ മഴക്കാലം ഇടയ്ക്കൊക്കെ ആയിട്ട് കൊടുക്കും. പിന്നെ ഞാൻ രാസവളമായിട്ട് ഉപയോഗിക്കുന്നത് അയറാട്ടോ. അത് കേരള സർവകലാശാല നിർമ്മിച്ച് വെച്ച ഒരു മൈക്രോ ന്യൂട്രിയൻസ് ആണ്. അത് വെച്ച് നല്ല രീതിയിലുള്ളൊരു മൈക്രോ ന്യൂട്രിയൻസ് ഉണ്ട്. ഒരു 5 മൈക്രോ ന്യൂട്രിയൻസ് ഉണ്ട്. ബോറോഡ്, മഗ്നീഷ്യം, കാൽഷ്യം, അങ്ങനത്തെ 2 കൂടെ ഉണ്ട് കേട്ടോ ബാക്കി. അപ്പോൾ അത് നല്ല രീതിയിൽ ഗ്രോത്തിന് സഹായിക്കും. ബെറ്ററായിട്ട് ഈൽഡ് കിട്ടാനൊക്കെ സഹായിക്കും കേട്ടോ. അപ്പോൾ പൊതുവെ എല്ലാവരും ഉപയോഗിക്കുന്ന വളങ്ങളാണ് ഞാൻ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഓക്കെ, മൾട്ടി ക്രോപ്പിനെ കുറിച്ച് ഞാൻ വിശദമായി പറഞ്ഞു ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നുണ്ട്. ഇപ്രാവശ്യം കാപ്പി വെച്ചത് ഇനി പുതിയ കാര്യങ്ങൾ ഇപ്പോൾ മഴക്കാലമായത് കൊണ്ട് ഞാൻ പഠിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഞാൻ പൊതുവെ ഇവിടെ അടുത്തുള്ള ഹൈ റേഞ്ചിൽ പോയിട്ടുള്ള അവിടെ കർഷകരെ സംസാരിച്ച് അവരിന്ന് പഠിച്ചാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റും നിർദ്ദേശങ്ങളും നിങ്ങൾ തന്നെ കർഷകന നിലയ്ക്ക് എനിക്ക് പറഞ്ഞു തരുന്ന പൂർണ്ണമായി വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ പൂർണ്ണമായ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അടിക്കണം. നിങ്ങളുടെ കമൻറ്റും നിർദ്ദേശം തീർച്ചയായും കമൻറ്റ് അറിയുകയും ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവർക്കും ബൈ ഗൈസ്. താങ്ക് യു.